من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാന്യരായ പണ്ഡിതന്മാർ, വളരെയേറെ സന്തോഷകരമായ നല്ലൊരു ദൗത്യത്തിനാണ് നാം ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു നല്ലൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് രണ്ട് ലോകത്തും സന്തോഷിക്കാൻ അള്ളാഹു ഇതൊരു സബബാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖങ്ങൾ വല്ലാതെ ആവശ്യമില്ലാത്തത് കൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് നമ്മുടെ ദീനീ ഉലൂമ് പ്രധാനമായി കണ്ടുകൊണ്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ നാം ദഅവത്തുമായി മുന്നിട്ടിറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടും എടുത്തു പറയത്തക്കതാണ്, പൊതുവെ ഒരു ഗ്ലോബലി വിലയിരുത്തുകയാണെങ്കിൽ ഇസ്ലാമിക ഭൂപടത്തിലെ ഒരു ശ്രദ്ധേയമായ ഒരു ഇടമാണ് കേരളം. കാരണം കേരളത്തിലെ ഒരു സാധാരണക്കാരൻ പോലും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മതപരമായി മറ്റ് സാധാരണക്കാരിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളിൽ നിന്ന് അറിവിൽ വളരെയേറെ മുൻപന്തിയിലാണ് ആപേക്ഷികമായി. അതിൻ്റെ കാരണം കേരളത്തിലെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെ സമർപ്പണവും അവരുടെ ശ്രമഫലവുമാണ്. അതിൻ്റെ പിന്തുടർച്ചയാണ് അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനങ്ങളും സ്ഥാപന പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോൾ ഒരുപക്ഷെ നാം ആലോചിക്കുന്നത് ഒരു വിമർശനാത്മക ചിന്തയോടുകൂടെ ഇനി എന്തൊക്കെ പുരോഗതി ആവശ്യമുണ്ട്, ഇനി എന്തൊക്കെ തിരുത്തലുകളും പുതിയ ഇടപെടലുകളും പുതിയ കാൽവെപ്പുകളും ആവശ്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ കാരണം ഈ കഴിഞ്ഞ മഹാന്മാരുടെ അധ്വാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരുമിച്ചുകൂടൽ പോലും അത്തരം ഒരു സതുദ്ദേശപരമായ ചിന്തയും അല്ലെങ്കിൽ പുരോഗമനാത്മകമായ ഒരു ഇടപെടലുമായി നമുക്ക് മനസ്സിലാക്കാം. വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആമുഖമായി, അഥവാ എത്ര നേരം സംസാരിച്ചാലും സംസാരിക്കാനുള്ള വിഷയത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ പറയാനുള്ളത്, ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നാൽ ആ വിദ്യാർത്ഥിയിൽ ഉണ്ടാകേണ്ട വൈജ്ഞാനികമായ മാറ്റങ്ങൾ ഉണ്ടാവുക, ആരാധനകൾ, സ്വഭാവ പെരുമാറ്റങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഉണ്ടാവുക, നൈപുണികൾ, സ്കില്ലുകൾ, മലക്കുകൾ, ഇതിൽ കുട്ടിക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ കിട്ടുക. ഇതേ സമയം തന്നെ കുട്ടി പൂർണ്ണ സന്തോഷവാനും സമാധാനമുള്ളവനുമായിരിക്കുക. ഇത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഔട്ട്കം, അതിൻ്റെ മബ്ലഗ്, അതിൻ്റെ നതീജയായിട്ട് വരണം. അധ്യാപനം ശരിയാണെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും, അഥവാ ഉസ്താദിനും ശിഷ്യനും, രണ്ടു കൂട്ടർക്കും ഈ പ്രോസസ്സ്, ഈ ഇജ്റാഅത്ത് സന്തോഷകരമായി പൂർത്തീകരിക്കാൻ പറ്റണം. അതിൽ ഒരാൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. അധ്യാപകനോ വിദ്യാർത്ഥിയോ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ തിരുത്തൽ ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിനെ നാം വിലയിരുത്തുകയാണെങ്കിൽ നിലവിലുള്ള ഏറ്റവും നല്ല ഒരു പ്രൊഫഷനായിട്ട് വേണം നമ്മുടെ വിദ്യാലയങ്ങളെ, അഥവാ മതവിജ്ഞാനം നേടുന്ന വിദ്യാലയങ്ങളെ കാണാൻ. പക്ഷേ ചിലപ്പോഴൊക്കെ അതിനെ ഒരു ട്രഡീഷണലായി കാണേണ്ടി വരാറുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രൊഫഷണൽ അപ്രോച്ച്, അഥവാ ഒരു ഉയർന്ന നിലവാരമുള്ള നിലപാടിലും നിലവാരമുള്ള ഒരു വ്യവസ്ഥിതിയിലും കാണപ്പെടേണ്ടതാണ് മതസ്ഥാപനങ്ങൾ. അതിന് മാത്രം പ്രാപ്തിയുള്ളവർ സത്യത്തിൽ നമ്മുടെ ഗ്രൗണ്ടിലുണ്ട്. ഇനി നടക്കേണ്ടത് ഒരേ ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് മനസ്സിലാകാൻ എൻ്റെ ഈ രംഗത്തെ ചെറിയൊരനുഭവം ഞാൻ പറയാൻ ശ്രമിക്കുന്നു.
ദയവായി കുറഞ്ഞ സമയം എന്നെ നിങ്ങൾ ക്ഷമിക്കണം. രാമുഖം പറയുന്നു, ഇത് നിങ്ങളെ ആരെയെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു വിഷയം പഠിപ്പിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കൂല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഖിദ്മത്ത് ചെയ്യുക എന്നത്, ഒരു വലിയ ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നത് അതൊരു സൗഭാഗ്യമാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നതും ശ്രമിക്കുന്നതുമൊക്കെ. ഞാൻ സിറാജുൽ ഹുദയിൽ പഠിച്ചു. സിറാജുൽ ഹുദയിൽ തന്നെയായിരുന്നു എൻ്റെ ദീർഘകാല ഖിദ്മത്ത്, ഒരു 10-12 വർഷത്തിലേറെ. അതിൽ തദ്രീസിലും ഇദാറത്തിലുമൊക്കെ അൽഹംദുലില്ലാഹ് ഖിദ്മത്ത് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആ കാലയളവിനിടയിൽ നമ്മുടെ ഒരു 10ഓളം സ്ഥാപനങ്ങൾക്കൊന്നിച്ച് ഒരു പ്രീ സ്കൂൾ കരിക്കുലം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് ചുമതലയുണ്ടാകുന്നത്. ഞാൻ നേരിട്ട് ട്രെയിനിങ് എടുക്കലല്ല, മറിച്ച് വ്യത്യസ്ത ടീമിൻ്റെ ട്രെയിനിങ്ങുകൾ നടപ്പിലാക്കൽ. പക്ഷേ ഈ നടപ്പിലാക്കുന്നതിനിടയിലാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞ ഖളിയ, ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസുകൾ, അഥവാ ഒരു അധ്യാപകൻ്റെ അധ്യാപനം ശരിയാകുന്നത് എപ്പോൾ, തെറ്റാകുന്നത് എപ്പോൾ, വിദ്യാലയത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ത്. ഇനി ആ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഒരു വിദ്യാർത്ഥി ഈ പഠന പ്രക്രിയ പൂർത്തിയാക്കുന്ന സമയത്ത് വിദ്യാർത്ഥിക്കും സമാധാനം ഉണ്ടാകുക, അധ്യാപകനും സമാധാനം. അതിൻ്റെ ലക്ഷണം എന്താണ്? ഒരു വിദ്യാർത്ഥി സ്ഥാപനത്തിൽ നിന്ന് ലീവിന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു മനോഭാവം നമുക്കറിയാലോ അല്ലേ? ഒരു സന്തോഷമുള്ളൊരു മനോഭാവം എന്ന് പറഞ്ഞാൽ, ഇന്ന് വ്യാഴാഴ്ചയാണ്, ലീവ് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ സുബഹിക്ക് ശേഷം ഉറക്കം തൂക്കുന്ന വിദ്യാർത്ഥിക്ക് അന്ന് ഉറക്കം തൂക്കൂല. ഇന്ന് ളുഹർ നിസ്കാരത്തോടു കൂടെയാണ്, ളുഹർ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകേണ്ടതെങ്കിൽ സാധാരണ ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് വൈകുന്ന വിദ്യാർത്ഥി അന്ന് വൈകൂല, അന്ന് നേരത്തെ ആയിരിക്കും. അതിന് എല്ലാ വിഷയങ്ങളും കൃത്യമായിരിക്കും. അന്ന് ആ പോകുന്നതിൽ പൂർണ്ണ ആവേശത്തിലായിരിക്കും. എങ്കിൽ ആ വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ദിവസവും സമാനമാണെങ്കിൽ നമ്മുടെ വിദ്യാലയം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നടക്കുന്നു. അതല്ല, ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു വിഷയം, ഈ ഒരു ലക്ഷണം, ഈ ഒരു അലാമത്ത്, സിംറ്റം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ സംഭവം ആയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് ലീഡ് ചെയ്യുന്ന സമയത്ത് അത് മർഹബൻ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, നമുക്ക് ഈ ഒരു വിഷയം ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി എന്നും അത് സാധ്യമാണ് എന്നും മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത് ട്രെയിനിങ്ങിന് വേണ്ടി തുനിയുന്നത്. കാരണം ദഅവ കോളേജിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ജാമിയത്തുൽ ഹിന്ദിൻ്റെ ട്രെയിനിങ്ങുകളിലും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ചുമതലയുള്ള സമയത്ത് പിന്നെ IME നടത്തുന്ന ട്രെയിനിങ്ങുകളിലും അല്ലാതെ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ട്രെയിനിങ്ങുകളിലെല്ലാം പരമാവധി കൃത്യമായി ഞാൻ പങ്കെടുക്കാറുണ്ട്, പരമാവധി ശ്രദ്ധിക്കാറും നോട്ടുകൾ രേഖപ്പെടുത്താറും അത് ഉപയോഗപ്പെടുത്താറുമുണ്ട്. പക്ഷേ ഒരു വിഷയം, ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ചൊരു വിലയിരുത്തലാണ്. ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ലെക്ചറിങ് ക്ലാസ് എടുക്കലായിരുന്നു. ഒരാൾ ക്ലാസ് എടുക്കുന്നു, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നു. അതിൽ ചിലപ്പോൾ ഹാസ്യമായ അവതരണം ഉണ്ടായേക്കാം, ചിലപ്പോൾ ചില ആക്ടിവിറ്റീസുകൾ ഉണ്ടായേക്കാം. ഇപ്പോൾ കുറേ ഉസ്താദുമാരെയൊക്കെ ഇരുത്തി എല്ലാവരുടെ കയ്യിലും കുറച്ച് ബലൂണ് കൊടുക്കുന്നു, അത് ഊതി വീർപ്പിക്കാൻ പറയുന്നു, അത് പൊട്ടിക്കാൻ പറയുന്നു. ഈ ആക്ടിവിറ്റി ഉണ്ടായാൽ അത് ട്രെയിനിങ് എന്ന് വിശ്വസിക്കുന്ന തലത്തിലുള്ള ഒരവസ്ഥ പലപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ ട്രെയിനിങ്ങിനെ നിർവചിക്കുകയാണെങ്കിൽ, ഒരു താരീഫായിട്ട് പറയുകയാണെങ്കിൽ, എന്താണ് താരീഫ്? ഇപ്പോൾ ഒരു നീന്തൽ പരിശീലിപ്പിക്കുകയാണ്, ഒരാൾ ക്ലാസ് എടുക്കുകയാണോ ചെയ്യുക? അല്ല. ഒരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ ഒരു കുളമോ അതല്ലെങ്കിൽ അത് നീന്താൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ ഈ വന്ന ട്രെയിനി ഇറങ്ങുന്നു. അവർക്ക് നീന്താൻ ആവശ്യമായ ഇൻഫർമേഷന് പുറമെ ഈ ട്രെയിനർ അവരുടെ കൂടെ നിന്നിട്ട് അവരെ സംരക്ഷിച്ച് നീന്തുക എന്നത് പഠിക്കുന്നത് വരെ ആ ഇജ്റാഅത്ത് പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഒരു ട്രെയിനിയെ ഏത് വിഷയമാണോ അവർ പരിശീലിക്കുന്നത് അത് ഹാസിലാകുന്നത് വരെ, അത് അവർക്ക് ലഭ്യമാകുന്നത് വരെ തുടരുന്ന ഒരു പ്രോസസ്സായിരിക്കണം ട്രെയിനിങ്. ഇത് പക്ഷേ പലപ്പോഴും ഇല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. അടക്കി നിഷേധിക്കുകയോ വേറെ ഏതെങ്കിലും ട്രെയിനിങ്ങുകളെ ഇകഴ്ത്തുകയോ ചെയ്യുകയല്ല. നിലവിൽ ഒരു ട്രെയിനിങ് ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. അതുകൊണ്ട് അത് അന്നത്തെ ശരിയാണ് എന്നും ഇനിയുള്ള ശരി മറ്റൊന്നാകണമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ വാക്കിൻ്റെ രത്ന ചുരുക്കം. ഇനി ഞാൻ മുന്നോട്ട് പോകാം.
ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങുകളിൽ ലഭ്യമാകേണ്ടത് നിലവിലുള്ള റിയൽ മാറ്ററായിട്ട് വരുന്ന വിഷയങ്ങൾ മുന്നിൽ വെച്ച് ചർച്ചകൾക്ക് വിധേയമാക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യണം. അതാണ് ട്രെയിനിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ സ്ഥാപനത്തിൽ ചിലവഴിക്കപ്പെടുന്ന സമയം അത് മൂല്യമുള്ളതാകണമെന്നും അത് ഫലപ്രദമാകണമെന്നും അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട അർക്കാനുകൾ, ഒന്ന് മാനേജ്മെൻറ്റ്, മറ്റൊന്ന് ഉസ്താദുമാർ, മറ്റൊന്ന് വിദ്യാർത്ഥികൾ, പിന്നൊന്ന് പാരൻസ്, ഇങ്ങനെ പ്രധാന അർക്കാനുകൾ, പ്രധാന ഘടകങ്ങൾ, ഈ പ്രധാന എലമെൻറ്റുകൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കണം. അത് അതിൻ്റേതായ രൂപം പ്രാപിച്ചിരിക്കണം എന്നർത്ഥം. അത് ആ ഘടകങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മളൊരു സ്ഥാപനം വിജയം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്രധാനമായി നേരത്തെ വിദ്യാർത്ഥികളുടെ ഒരു ഘട്ടം സൂചിപ്പിച്ചു. അത് ലഭ്യമാകാൻ സഹായകമാകുന്ന പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പഠിച്ചെടുക്കണം, നമ്മളത് നടപ്പിലാക്കണം, നമ്മളത് നേടിയെടുക്കണം. നമുക്കത് നേടിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിന് ട്രെയിനിങ് അനിവാര്യമാണ്. ട്രെയിനിങ്ങിൻ്റെ അഭാവം പലപ്പോഴും നമ്മുടെ വലിയ ശ്രമങ്ങളെ ഫലത്തിൽ ചെറുതാക്കുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. വലിയ ശ്രമങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു സംഗതി പരിശീലിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ അധ്യാപകർ പലപ്പോഴും കാന്തപുരം ഉസ്താദിനെയും അതുപോലെ ഒരുപാട് വലിയ മഹാന്മാരെയൊക്കെ കണ്ടിട്ട് വല്ലതും ഖിദ്മത്ത് ചെയ്യണം, ഒരുപാട് മഹാന്മാർ, ഞാനിപ്പോൾ എൻ്റെ നാവിൽ വന്നത് പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരുപാട് മഹാന്മാരെ നമ്മൾ മുന്നിൽ കണ്ട് വല്ല ഖിദ്മത്തും എനിക്കും ചെയ്യണമെന്ന സതുദ്ദേശത്തോടു കൂടെയാണ് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച ഫലം പുറത്ത് കാണാത്തത് കൊണ്ട് പലപ്പോഴും നിരാശരാവുകയും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങളെന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതിൻ്റെ മറുപുറത്തൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിൻ്റെ അനിവാര്യത പറയാൻ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സിറാജുൽ ഹുദയിലെ ഒരു സേവന കാലയളവിൽ സാധാരണ എൻ്റെ സഹപാഠികൾ, ഈ സഹപാഠികളായ സഹപ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോഴൊക്കെ ചില മെച്ചം അല്ലെങ്കിൽ ചില കുറച്ചുകൂടി ഉഷാറായ രീതി എനിക്ക് സാധ്യമാകാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ അധ്യാപകർ പുറത്താക്കാൻ അഥവാ പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കാരണം? ഹെയർ ഡ്രസ്സിങ് ആണ്, തലമുടി വെട്ടുന്നതിൽ ഫാഷനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ അവർ ഭീഷണി സ്വരത്തിലും അല്ലാതെയൊക്കെ നിരവധി ഉപദേശങ്ങൾ നടത്തിയെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇവരാദ്യം എന്നോട് പറയുന്നത് അങ്ങനെയോ അല്ല. ആദ്യം പറയുന്നത്, ഈ കുട്ടി ഒരു നിലക്കും അനുസരണയില്ലാത്ത കുട്ടിയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഏത് വിഷയത്തിലാണ് അനുസരണയില്ലാത്തത്? അപ്പം പറഞ്ഞു, ഒരു വിഷയത്തിലും. പിന്നെയും ഞാൻ നിരന്തരം സംസാരിച്ചപ്പോൾ അനുസരണയുടെ ഇല്ലായ്മ വളരെ ചുരുങ്ങിയ ഒരു സ്പേസിലേക്ക് ചുരുങ്ങി. എവിടത്തേക്ക് ചുരുങ്ങി എന്നറിയോ? മുടി വെട്ടുക എന്ന ഒറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ശ്രമിക്കാം. ഞാൻ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ മാറി നിൽക്കും, ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കാം. അപ്പോൾ അവർ മാറി നിന്നു. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, കുട്ടി അതിങ്ങനെ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ചീത്ത പറയോ അസഭ്യം പറയോ ഒന്നും ചെയ്യൂല, മോനൊന്ന് കൂളായിട്ടിരിക്കും, കാരണം നീ വെപ്രാളപ്പെട്ടിരുന്നാൽ എനിക്കും അത് ബേജാറാണ്. പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നും ആക്ഷേപിക്കില്ല, നിന്നെക്കുറിച്ച് എനിക്കൊരു മോശമായ ധാരണ ഒന്നുമില്ല, ഞാൻ പ്ലെയിനാണ്, ഇപ്പോൾ വളരെ ക്ലീനാണ്, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ അവനൊന്ന് റിലീസായതിനു ശേഷം ഞാൻ അവനോട് ചോദിച്ചു, നീ ഇവിടെ എന്തിനാണ് വന്നത് എന്നറിയോ? പറഞ്ഞു, എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയാനാണ് വന്നത്. എന്താ പ്രശ്നം എന്നറിയോ? അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഞാനിപ്പം നിന്നെക്കുറിച്ച് ആകെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാണുന്നത്, നിന്നോട് മുടി വെട്ടാൻ പറഞ്ഞപ്പോൾ നീ അനുസരിച്ചില്ല. ഇപ്പം എൻ്റെ ഈ പറയപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ ധാരണ, ഈ കുട്ടിക്ക് ചില ഫുട്ബോളർമാരുടെയോ അല്ലെങ്കിൽ ചില സിനിമാ നടന്മാരുടെയോ മുടിവെട്ടലുകളോടുള്ള ആഭിമുഖ്യമാണ് എന്നാണ് എൻ്റെ ധാരണ, ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചു, മോനെ, നിനക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടില്ലാത്തൊരു ഇത്തിബാവും ഒരു മഹബത്തും ഒക്കെ ഇവരോടുണ്ടോ? നീ എന്തിനാണ് അവരെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ മുടി വെക്കുന്നത്? അപ്പോൾ ഇവൻ്റെ എൻ്റെ മുഖത്ത്, സിനിമാ നടന്മാരോടോ? എനിക്കോ? നിങ്ങളെന്താ പറയുന്നത്?
അവൻ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയിൽ ആരും എന്നെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ നടന്മാരോടും താല്പര്യമില്ല. എനിക്കാകെ മഹാന്മാരുടെ ഈ ഒരു ശൈലിയോട് ഇഷ്ടം കൊണ്ടാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ മുടി വെച്ചതോ? എന്നോട് ചോദിച്ചു, ഉസ്താദിനെ എവിടുന്നാണ് കിട്ടിയത്? ഞാൻ ഈ സിനിമ നടന്മാരെ ഞാൻ ചോദിച്ചു, അങ്ങനെ അല്ലേ? അല്ല, എൻ്റെ മനസ്സിലങ്ങനെ ഇല്ല. കുട്ടി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഞാൻ ആ വിഷയം പരിശീലിച്ചതുകൊണ്ട് കുട്ടി പറയുന്നത് സത്യമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നീ മുടി വെച്ചത്? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മുഖം വളരെ ചെറുതാണ്. അപ്പോൾ എൻ്റെ മുടിയും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ മുഖത്തിനൊരു വികൃത രൂപം ഉണ്ട്. അത് പലരും എന്നെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത് മുടി കുറച്ച് ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്, ഞാൻ ക്രോപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദുമാർ നിന്നോട് മുടി വെട്ടാൻ പറഞ്ഞിട്ടില്ലേ? ഉസ്താദുമാരെ എന്നെ കുറേ കുറ്റം പറഞ്ഞു എന്നല്ലാതെ മുടി വെട്ടാൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ സമയം ആലോചിച്ചു. അപ്പം ഞാൻ ഈ മോൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അതായത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ പഠിക്കുന്നു, അതുപോലെ പഠിക്കാൻ ശ്രമിക്കും, കുറേ ഗുണങ്ങൾ ഇവനുണ്ട്, അത് ശരിയുമാണ്. ഞാൻ ഈ കുട്ടിയെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, മോൻ ഒരാഴ്ച ഒന്ന് റിലാക്സ് ചെയ്യും, ജീവിതം ഒന്ന് ആസ്വദിക്കും, പഠനമൊക്കെ ഒന്ന് ആസ്വദിക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മോന് വീഴുക, നമുക്കൊന്നിച്ചിരുന്ന് സംസാരിക്കാം. കാരണം ഞാനും ഒന്ന് റിലീസാകട്ടെ. ഈ കുട്ടിയെപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തലം മനസ്സിലാക്കുന്നത് പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഈ ഒരു ആശ്വാസം കിട്ടിയിട്ടൊന്ന് സംസാരിക്കുന്ന ഇവൻ. പിറ്റത്തെ ആഴ്ച ഇവൻ മുടി വെട്ടി വന്നിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ മുടി വെട്ടിയത്? അപ്പം എന്നോട് പറഞ്ഞു, ഞാനത് അന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ വെട്ടിയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? അപ്പം ഇവൻ്റെ മറുപടി, ഞാൻ അന്ന് മുടി വെട്ടാതെ പോയാൽ നിങ്ങളെപ്പറ്റി ഇവർ പലതും പറയും. കാരണം നിങ്ങൾക്ക് കൂടി എന്നെക്കൊണ്ട് പേരുദോഷം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മുടി വെട്ടിയത്. ആ കുട്ടിയുടെ മനസ്സിലുള്ളൊരു നന്മ നോക്കും. ഇത് ഒരു വിജയമാണ്. പക്ഷേ എനിക്കിത് പകർന്നു കൊടുക്കാൻ അറിയില്ല. ഒരു ഉസ്താദ് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം, ഒരു കുട്ടിയുടെ ഇത്തരം ഒരു ഫാഷൻ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു റേഞ്ചിൽ 100ഓളം ഉസ്താദുമാർക്ക് ഒന്നിച്ച് ട്രെയിനിങ് എടുക്കുകയാണ് 3 മണിക്കൂർ. ആ ട്രെയിനിങ്ങിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉസ്താദ് സംശയം ചോദിച്ചു. ആ സംശയം എങ്ങനെയായിരുന്നു? നമ്മളെ മദ്രസകളിലും ഈ സ്ഥാപനങ്ങളിലൊക്കെ ചില ഉസ്താദുമാർ നല്ല കഴിവുള്ളവരുണ്ട്. പക്ഷെ അവർ ചോദിച്ചാൽ അവരുടെ സീക്രട്ടുകളൊന്നും പറഞ്ഞു തരൂല. അവർ കുട്ടികളെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യുകയും വളരെ ഉഷാറായിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരോട് ചോദിച്ചാൽ സീക്രട്ടൊന്നും അവർ പറഞ്ഞു തരില്ല. അപ്പോഴാണ് എനിക്കിത് ഓർമ്മയായത്. അതായത് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഞാൻ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണ് വിജയിച്ചതിലെ സീക്രട്ട് എന്നോ ഇതെങ്ങനെ മറ്റൊരാളെ പരിശീലിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ പിന്നീട് പരിശീലനം പഠിച്ചപ്പോൾ, ട്രെയിനിങ് പഠിച്ചപ്പോൾ പഠിച്ചു. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിനിങ് ഏറ്റവും കുറവുള്ള ഒരു വിഭാഗമാണ് നാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ വിഭാഗങ്ങളിലും ട്രെയിനിങ് ഉണ്ട്. ജഡ്ജിമാരിൽ ട്രെയിനിങ് ഉണ്ട്. ഒരു ദിവസം ഒരു പോക്സോ കോടതിയിലെ ഒരു ജഡ്ജിയുടെ ഒരു ട്രെയിനിങ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പോക്സോ കേസിൽ നിരപരാധിയായിട്ട് പെട്ടുപോയി. നിരപരാധിയായി പെട്ടാൽ പോലും വളരെ പ്രയാസമാണ് രക്ഷപ്പെടാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അതായത് ഒരു കുട്ടി അപരാധമായി ഒരു ഗുരുനാഥനെ പോക്സോ കേസിൽ കുടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോർമലി ഒരു കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നോർമലി ഒരു കുട്ടിക്ക് ഗുരുനാഥനെ എന്നല്ല വേറൊരു മനുഷ്യനെ വെറുതെ ഒരു കേസിൽ കൊടുക്കാൻ കഴിയുമോ? എന്തോ ഒരു വിരോധം ഉണ്ടാവില്ലേ? ഒരു നല്ല മനസ്സോടെ നല്ല പെരുമാറ്റവും നല്ല മനസ്സുള്ള ഒരു ഗുരുനാഥനോട് അങ്ങനെ തോന്നുമോ? നമ്മളെ ഒരു വെറുതെയുള്ളൊരു ചിന്തയാണ്. നമുക്ക് ശേഷം സംസാരിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം മനസ്സിലാകും. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു ആൻറ്റി സൈഡിൽ നിന്ന് വിമർശിക്കുകയാണെന്ന് കരുതരുത്. സുരക്ഷിതരായിരിക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ അടുത്തൊരു മിസ്റ്റേക്ക് വരാതെ പോക്സോയിൽ കുടുങ്ങുന്നത് വളരെ അത്യപൂർവമാണ്. അതായത് മിസ്റ്റേക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തെറ്റ് ചെയ്തു, പറയപ്പെട്ട ഏതെങ്കിലും കക്ഷി തെറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ കയറാൻ പറ്റാത്ത ഒരാളായി നമ്മൾ മാറുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഒരു അധ്യാപകൻ എന്നത്
ഒരു കുട്ടിയുടെ മനസ്സിലെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമായി മാറേണ്ട ഒരു പൊസിഷനാണ്. ഇൻഷാ അല്ലാഹ് അത് കഴിയും എന്ന് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ സംസാരത്തിനിടയിൽ, ഈ സെഷൻ കഴിയുന്നതിനിടയിൽ ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ വീണ്ടും വരുന്നു. ഈ പോക്സോ കേസിൽ കുടുങ്ങിയ ഈ സുഹൃത്ത്, കുടുങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അതായത് പോക്സോ വകുപ്പിൽ ഒരു കുട്ടിയെ തല്ലിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ അപമാനിച്ചിട്ടോ അത്തരമൊരു വിഷയത്തിൽ പെട്ടുപോയാൽ ഒരു 1098 വിളിച്ചാൽ DGP ആയിട്ടുള്ള അധികാര പരിധിയുള്ള 3 ഹെഡുകളിലേക്കാണ് ഇത് പോകുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും കഴിയില്ല. ഉദ്യോഗസ്ഥർക്ക് യാതൊരു ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. DYSP മേലോട്ടല്ലാതെ താഴോട്ട് ആക്ഷൻ എടുക്കാൻ പോലും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു സ്ഥാപനാധികാരികൾ ഇത്തരം വിഷയത്തിൽ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ സ്ഥാപനാധികാരികൾ ഇതിൽ കൂട്ടുപ്രതിയാണ്. സ്ഥാപനാധികാരികൾ ഈ വിഷയത്തിൽ ഇത്തരം ഒരു പ്രതിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ സ്ഥാപനാധികാരികളും കൂട്ടുപ്രതിയാണ്. അത്രയേറെ വകുപ്പുള്ളൊരു കേസാണ്. ഇരിക്കട്ടെ, ഈ സുഹൃത്തിന് 14 ദിവസം കഴിഞ്ഞിട്ട് അന്ന് മോചനം കിട്ടേണ്ട ദിവസം ചെന്ന് നോക്കുമ്പോൾ ജഡ്ജിക്കും നിർബന്ധിതമായി പങ്കെടുത്തിരിക്കേണ്ട 2 ദിവസത്തെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ദീർഘകാലം ബാർ അസോസിയേഷനിൽ ഈ വക്കീലും ആയി സേവനം ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും ജഡ്ജിയാകുന്നത്. എന്നിട്ട് പോലും അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ട്രെയിനിങ് ഉണ്ട്. അതേസമയം ട്രെയിനിങ് ആവശ്യമില്ല എന്ന് പോലും ചിന്തിക്കുന്ന അത്യപൂർവം പേര് ഒരുപക്ഷെ ഈ നമ്മുടെ സെഷനിലും കാണുന്നു. ഇത് ഒരു അപകടകരമായൊരു സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അഥവാ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച അപൂർവം പേർ, അതിലൊരാളാണ് മുആദ് റളിയല്ലാഹു അൻഹു. ആ മുആദ് റളിയല്ലാഹുവിനെ അയക്കുന്ന സമയത്ത് പ്രത്യേക പരിശീലനം നൽകിയത് കാണാം. അങ്ങനെ പ്രത്യേകം പരിശീലനം നൽകി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ അടുക്കൽ ദീർഘകാലം പഠിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ദൂരെ പോകുന്ന സമയത്ത് ട്രെയിനിങ് കൊടുത്തതിൻ്റെ ഒരു രൂപം കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ അയ്യുഹൽ വലത് എന്ന ഗ്രന്ഥത്തിൻ്റെ രൂപം. ഈ സംഗതികൾ പരിശീലനം ആവശ്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഈ പരിശീലനം നിരന്തരം ആവശ്യമുള്ളതും നിരന്തരം പരിഷ്കരിച്ചിരിക്കേണ്ടതുമാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച നേട്ടത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇനി എൻ്റെ ആമുഖം ഇവിടെ അവസാനിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പദത്തിൻ്റെ സൗകര്യം, നമുക്ക് ഇടപെടാനുള്ള അവസരമാണ്.